ഹോണ്ട യൂണിക്കോൺ വണ്ടി ചൂടാവുമ്പോൾ ആക്സിലേറ്റർ തന്നെ റൈസ് ആവുക. അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട്. ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ കാർബറേറ്റർ അസംബ്ലിയാണത്. വണ്ടിയുടെ കംപ്ലയിൻറ്റ് പറഞ്ഞ രീതിയിൽ തന്നെ ഫസ്റ്റ് ചൂടാവുന്ന സമയത്ത് വണ്ടി ഓടി കുറച്ച് ചൂടായി കഴിയുമ്പോൾ എൻജിന് റേസിങ് കൂടുതലായിട്ട് നിൽക്കുക, ആക്സിലേറ്റർ കൂടുതലായിട്ട് റേസിംഗ് ആയിട്ട് വരാം. അത് സാധാരണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലേ വരുള്ളൂ. ഒന്ന് ചോക്കിൻ്റെ കേബിള് ലോഡായി കിടക്കേണ്ടെങ്കിൽ വരും, ചോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ലെങ്കിൽ വരും. അതായത് ചോക്ക് നമ്മൾ അപ്ലൈ ചെയ്തു, ചോക്ക് ഓണാക്കി കറക്റ്റായിട്ട് റിവേഴ്സ് വന്ന് ഈ ചോക്കിൻ്റെ വാൽവ് അടയാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ റേസിങ് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ആക്സിലേറ്ററിൻ്റെ സ്ലൈഡറിൻ്റെ ഷാഫ്റ്റ് ഈ കാർബറേറ്റർ അസംബ്ലിയുമേ വന്ന ഈ ആക്സിലേറ്റർ നമ്മൾ കേബിൾ കണക്ട് ചെയ്യുന്ന ആ സ്ലൈഡറിൻ്റെ ഷാഫ്റ്റ് ടൈറ്റ് ഉണ്ടെങ്കിലും സെയിം പ്രശ്നം തന്നെയാണ് കാണിക്കുക. ആക്സിലേറ്റർ ഇങ്ങനെ റേസിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കും. ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ചോക്കും ക്ലിയറായിട്ട് വർക്കിംഗ് ആണ്. കാർബറേറ്ററിൻ്റെ സ്ലൈഡറിനും പ്രത്യേകിച്ച് ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. നോർമൽ നമ്മളതിക്ക് മുമ്പ് ജസ്റ്റ് നോക്കുന്ന സമയത്തായാലും വാക്യൂം പിസ്റ്റണൊക്കെ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല. അപ്പോൾ നിലവിൽ വാക്യൂം പിസ്റ്റൺ തേമാനമായിട്ട് മാറ്റിയേക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ കാർബറേറ്ററിൽ നോക്കുമ്പോൾ കാർബറേറ്ററിലും തേമാനത്തിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റൽ പ്രായോഗികമല്ല, നല്ല കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് വാക്യൂം പിസ്റ്റൺ മാറ്റിയിട്ട് എനിക്ക് മുമ്പ് ചെയ്തതാണ്, റീസെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ ഇതിനകത്ത് വേറൊരു പറയത്തക്ക ഒരു കംപ്ലയിൻറ്റ് കാണാൻ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന കംപ്ലയിൻറ്റ് കൊണ്ടാണ് ആ പ്രോബ്ലം വന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാനായിട്ട് അതിനുള്ള യാതൊരുവിധ ലക്ഷണങ്ങളും ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ തേയ്മാനം, അതായത് പഴക്കം കൊണ്ട് വരുന്ന തേയ്മാനം കൊണ്ട് പ്രോബ്ലംസ് കാണിക്കും. കാരണം ട്യൂണിങ് കറക്റ്റ് അല്ലായിരുന്നു. ആ കൂടി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ട്യൂണിങ് ഷാർപ്പായിട്ടുള്ള നിൽക്കുക, അതിനകത്ത് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും കാർബറേറ്റർ കൂടി നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. ഒന്നും കൂടി റീസെറ്റ് ചെയ്ത് നോക്കാം, കറക്റ്റായിട്ടൊന്ന് ട്യൂൺ ചെയ്ത് വയ്ക്കുക. ടാക്കോമീറ്റർ ഉപയോഗിച്ച് കറക്റ്റ് ട്യൂണിങ്ങിൽ നിർത്താം. അതിനുശേഷം വണ്ടി ഉപയോഗിച്ചിട്ട് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ ബാക്കിയത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് കാർബറേറ്ററിനെയാണ് സംശയിക്കേണ്ടി വരാം. കാരണം കാർബറേറ്റർ വണ്ടി അത്യാവശ്യം പഴക്കമുണ്ട്. അപ്പോൾ അതും പ്രകാരം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നതും. അപ്പോൾ ഇനിയും കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നാൽ വലിയ നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് വന്നിട്ട് ലോക്കലായിട്ട് ഓടിക്കുമ്പോൾ നമുക്കങ്ങനെ വലിയൊരു കംപ്ലയിൻ്റ് ഒന്നും കിട്ടില്ലായിരുന്നു. ഇത് ലോങ് അത്യാവശ്യം ഹീറ്റായിട്ട് ഓടുമ്പോഴേക്കായിരിക്കും ആ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുക. കൂടുതലായിട്ട് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കാർബറേറ്റർ മാറ്റുന്നതിനെ പറ്റിയിട്ട് പരിഗണിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ട്യൂണിങ് കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി നിർത്താം, അതിന് ശേഷം ഉപയോഗിക്കുക. ട്യൂണിങ്ങിൽ വേരിയേഷൻസൊക്കെ വന്നുണ്ട്, പ്രോപ്പറായിട്ട് നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മൈലേജൊക്കെ നഷ്ടമുണ്ടാവും, മൈലേജൊക്കെ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെ പറ്റിയിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ തവണയും കൂടി നമുക്കൊന്ന് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ഓക്കെ.